സ്മിത, ക്ഷേത്രത്തിൻ്റെ ഏത് ഭാഗത്താണ് നിൽക്കുന്നത്? തീർത്തും പൂർണ്ണമായി ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം, ആത്മസമർപ്പണത്തോടുകൂടി വിശ്വാസികൾ പൊങ്കാല അർപ്പിക്കാൻ ഒരുങ്ങുന്നു. പ്രധാനപ്പെട്ട ചടങ്ങുകളിലേക്ക് കടക്കാൻ പോകുന്നു ഇനിയുള്ള സമയം. എന്താണ് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ സ്മിത ഹരിദാസ്? നമ്മൾ നിൽക്കുന്നത് നടക്ക് തന്നെയാണ്. ഇവിടെ പൊങ്കാല പണ്ടാര അടുപ്പിന്റെ അടുത്ത് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. തോറ്റമ്പാട്ട് വർഷങ്ങളായി ഇവിടെ തോറ്റമ്പാട്ട് പാടുന്ന ആശാൻ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതിങ്ങനെ എഴുതി വെക്കുന്നില്ല, അത് കേട്ട് പഠിച്ച് പാടുന്നതാണ്. അപ്പൊ തോറ്റമ്പാട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം കൂടിയാണ് ഇന്ന്. ആശാൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ആശാൻ പറയൂ, തോറ്റമ്പാട്ടിന്റെ ഒരു രീതികൾ എങ്ങനെയാണ്? തോറ്റമ്പാട്ട് ഇവിടെ പ്രധാനപ്പെട്ട ചടങ്ങാണ്. പാടിക്കുന്നത് എൻ്റെ അച്ഛൻ ഗോവിന്ദനാശാനാണ്. അദ്ദേഹത്തിൻ്റെ മരണശേഷം ക്ഷേത്ര ട്രസ്റ്റ് ആ പാരമ്പര്യം നിലനിർത്താൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ മകനായ മധുവിന് ആ ഉത്തരം തരികയും ആ ഉത്തരം ഏറ്റെടുത്തുകൊണ്ട് ക്ഷേത്രത്തിൽ 40 ദിവസം വ്രതം എടുത്താണ് കോലി കയറുന്നത്. ഒന്നാം ദിവസം നമ്മൾ ദേവിയെ കൊടുങ്ങലിൽ പാടി ആവാഹിച്ച് ഉടവാളി ശ്രീവലി കാപ്പ് കെട്ടി കുടിക്കുന്ന ഉത്സവം ആരംഭിക്കും. മൂന്നാം ദിവസം ദേവിയുടെ തൃക്കല്യാണ്, അത് മാലപ്പുറം പാട്ടെന്ന് പറയും. വെളുപ്പിലെ 3 മണിക്കാണ് നടക്കുന്നത്. 6ാം ഉത്സവം ദേവിയുടെ ഭർത്താവിന് 7 രാവിലെ 7 മണിക്ക് തോറ്റ് 7:30 മണിക്ക് ക്ഷേത്രം തുറക്കും, ദുഃഖസൂചമായിട്ട്. 9 അന്ന് ദേവിയുടെ ഭർത്താവിന് കൊന്നതിന്റെ ചതിച്ചതിന്റെ പ്രതികാരം ദേവി പാണ്ഡ്യരാജാവിനെ വധിച്ചുകൊണ്ട് പണ്ടാരടുപ്പ് തീ കത്തിക്കും. 10ാം ഉത്സവം നമ്മൾ ദേവിയെ പാടി ഉടവാളിന് കാപ്പഴിച്ച് കുടിയിളക്കി കുടുംബത്തിൽ സംഘടിപ്പിച്ചാകും. ഈ ക്ഷേത്രത്തിൽ പാടിക്കുന്നത് എൻ്റെ അച്ഛൻ്റെ തലമുറയാണ്. അപ്പോൾ ഈ ആറ്റിൽ ദേവീക്ഷേത്രത്തിൽ നിന്ന് കൊഞ്ചുള്ള ദേവീക്ഷേത്രം, മുക്കുവലയിൽ പഴഞ്ഞ 4 ക്ഷേത്രം പാരമ്പര്യത്തിൽ പാടണം. അപ്പോൾ കൊട്ടാരം പുത്തൂർ എന്നൊരു ക്ഷേത്രമുണ്ട്. പിന്നെ ഇത് കേട്ട് പഠിക്കാനേ പറ്റൂ, ഗന്ധമില്ല, എഴുത്തി പഠിച്ചുകൂടാ, കേട്ട് പഠിക്കാനേ പറ്റും. ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ ഒരു 10-14 വയസ്സുള്ളപ്പോൾ അച്ഛൻ്റെ പിറകെ നടന്നാണ് കേട്ടാണ് പഠിച്ചത്. പിന്നെ അച്ഛനെന്ന് പറഞ്ഞ ഗുരുവാണ്. ആ ഗുരുവിൻ്റെയും ദേവിയുടെയും പൂർണ്ണമായ ഒരു അനുഗ്രഹവും അനുഭവം നമുക്കുണ്ട്. അതുകൊണ്ട് പാടാൻ പറ്റുന്നത്. ഇന്നത്തെ ദിവസം പാണ്ഡ്യരാജാവിനെ വധിച്ചു. ഇപ്പൊ ഈ അടുപ്പ് കെട്ടില് നമ്മുടെ ഒരു അടുപ്പ് നമ്മൾ മണ്ണിട്ട് അതിൽ അടുപ്പ് വെച്ച് ഈ സാധാരണ ചെയ്യുമ്പോൾ തന്നെ ചെയ്തിട്ടുള്ള. അപ്പൊ ഇന്ന് ഈ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് അല്ലേ? അപ്പൊ പാട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഈ തോറ്റമ്പാട്ടിന്റെ 9ാം ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണ്. പല ഘട്ടങ്ങളാണ്. ബാല്യം മുതൽ, ജനനം മുതൽ ബാല്യം, കൗമാരം, വിവാഹം, ദാമ്പത്യം, അത് കഴിഞ്ഞ് പാണ്ഡ്യരാജാവിനെ വധിക്കുന്നു, മധുരാപുരി ചുട്ടരിക്കുന്നു. പാണ്ഡ്യരാജാവിനെ വധിക്കുന്ന ഭാഗം കഴിഞ്ഞാൽ നമ്മുടെ ചടങ്ങുകളിലേക്ക് കടക്കും. ഇവിടെ ഈ പണ്ടാര അടുപ്പ് നല്ല മനോഹരമായിട്ട് അലങ്കരിച്ച് പൂക്കളും മഞ്ഞൾപ്പൊടിയും അരിപ്പൊടിയും ഒക്കെ ആയിട്ട് അതിങ്ങനെ വെച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും തോറ്റമ്പാട്ടിന്റെ. അപ്പോൾ പിന്നീട് ആ ഒരു ഭാഗം എത്തുമ്പോൾ നമ്മളുടെ പ്രധാനപ്പെട്ട ചടങ്ങായ അടുപ്പുകെട്ട് ചടങ്ങ്, അതിന് ക്ഷേത്രത്തിൽ നിന്ന് മേൽശാന്തി തന്ത്രിയുടെ സാന്നിധ്യത്തിൽ ക്ഷേത്രത്തിനകത്തു നിന്ന് ദീപം അഗ്നി പകർന്ന് അത് ക്ഷേത്രത്തിലെ തിടപ്പള്ളിയിൽ ആദ്യവും പിന്നീട് വലിയ തിടപ്പള്ളിയിലേക്കും പകർന്ന് അതിനുശേഷമാകും ഇങ്ങോട്ടേക്ക് അഗ്നി പകരാനായി, ഈ പണ്ടാര അടുപ്പിലേക്ക് അഗ്നി പകരാൻ കൊണ്ടുവരിക. ആ പ്രധാനപ്പെട്ട ചടങ്ങിനായി എല്ലാവരും കാത്തിരിക്കുകയാണ്. ഒരുപാട് ഐതിഹ്യങ്ങൾ നിറഞ്ഞ, അതോടൊപ്പം തന്നെ വർത്തമാനകാലത്തിൽ ഏറ്റവും ഭക്തി നിർഭരമായ ചടങ്ങുകൾക്കാണ് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഇവിടെ രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവരും തന്നെ ഇങ്ങോട്ടേക്ക് എത്തും. ആ സമയമാകുമ്പോഴേക്കും ജില്ലാ ഭരണകൂടം, കോർപ്പറേഷൻ മേയർ, അതുപോലെ MLA-മാർ, മന്ത്രിമാർ, ഇവിടുത്തെ ട്രസ്റ്റിന്റെ ഭാരവാഹികൾ എല്ലാവരും ചേർന്നാണ് ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്നത്. അതിന് അല്പസമയം കൂടിയേ ഇനി ബാക്കിയുള്ളൂ. ആ ചടങ്ങിലേക്ക് കടക്കുന്നതിന്റെ ആ ഘട്ടത്തിലേക്കുള്ള തോറ്റമ്പാട്ട് ഇവിടെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. റീജിത്ത്, സർക്കാർ സംവിധാനങ്ങൾ, ജില്ലാ ഭരണകൂടം, സന്നദ്ധ പ്രവർത്തകർ ഇവരൊക്കെ ഈ വലിയ മഹോത്സവത്തിലെ ഭക്തജന തിരക്ക് പരിഗണിച്ചുകൊണ്ട്, വിശ്വാസികളുടെ തിരക്ക് പരിഗണിച്ചുകൊണ്ട് വേണ്ട ക്രമീകരണങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ, അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിൻ്റെ ഭാഗമായി സ്വീകരിക്കേണ്ട നടപടികൾ ഇതൊക്കെ സ്വീകരിക്കുന്നുണ്ട്. രാവിലെ 9:45 ശുദ്ധപുണ്യാഹത്തോടെ പ്രധാന ചടങ്ങുകൾക്ക് തുടക്കമാവാൻ പോവുകയാണ്. എല്ലാവരും കാത്തിരിക്കുന്ന പൊങ്കാലെടുപ്പിൽ തീ പകരുന്ന ആ നിമിഷം അത് 10:15 നിവേദ്യ സമർപ്പണം ഉച്ചയ്ക്ക് 1:15